ഹായ് ട്രെയിനീസ്, എല്ലാവർക്കും സ്വാഗതം. ഫീമെയിൽ മെയിൽ ത്രെഡഡ് കോമ്പണൻസിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ചാണ് ഈ സെഷനിൽ നാം പഠിക്കുന്നത്. സെഷൻ അവസാനിക്കുമ്പോൾ ബട്ട്രസ് ത്രെഡിനെ കുറിച്ച് മനസ്സിലാക്കുവാനും മെയിൽ ഫീമെയിൽ ത്രെഡഡ് ഫിറ്റിംഗ്സ് എക്സ്പ്ലെയിൻ ചെയ്യുവാനും ടൂൾ ഗ്രിഡിങ്ങിലെ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് വിവരിക്കാനും ബട്ട്രസ് ത്രെഡഡ് കോമ്പണൻസ് അസംബിൾ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. ബട്ട്രസ് ത്രെഡിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ബട്ട്രസ് ത്രെഡുകളിലെ ഒരു ഫ്ലാങ്ക് ആക്സിസിന് പെർപെൻഡിക്കുലറും മറ്റേ ഫ്ലാങ്ക് 45 ഡിഗ്രിയിലുമായിരിക്കും. ട്രാൻസ്മിഷൻ സമയത്ത് ത്രെഡിന്റെ ഒരു ഫ്ലാങ്കിൽ മർദ്ദം അനുഭവപ്പെടുന്ന പാർട്സുകളിൽ ഇത്തരം ത്രെഡുകൾ ഉപയോഗിക്കുന്നു. ബട്ട്രസ് ത്രെഡിലെ വ്യത്യസ്തങ്ങളായ എലമെന്റ്സ് ആണ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കാർപെൻറ്ററി വൈസ്, ഗൺ ബ്രീച്ച്, റാച്ചറ്റ് തുടങ്ങിയ പവർ പ്രസ്സുകളിൽ ഇത്തരം ത്രെഡുകളാണ് ഉപയോഗിക്കുന്നത്. ബട്ട്രസ് ത്രെഡ്സിന്റെ ഒരു മോഡിഫൈഡ് ഫോമാണിത്. ബട്ട്രസ് ത്രെഡിലെ വ്യത്യസ്തങ്ങളായ എലമെന്റ്സ് ആണ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS പ്രകാരം ബെയറിംഗ് ഫ്ലാങ്കിന് 7 ഡിഗ്രിയും മറ്റേ ഫ്ലാങ്കിന് 45 ഡിഗ്രിയുമാണ് ചെരിവ്. പൊതുവെ ആക്സിസിന് സമാന്തരമായി ഔട്ട്സൈഡ് ഡയമീറ്ററിൽ കാണപ്പെടുന്ന ഹെലിക്കൺ ഗ്രൂവ്സ് ആണ് മെയിൽ ത്രെഡ്സ് അല്ലെങ്കിൽ മെയിൽ ഫിറ്റിംഗ്സ്. ഉദാഹരണം ബോൾട്ട്. ഫീമെയിൽ ത്രെഡ്സ് അല്ലെങ്കിൽ ഫീമെയിൽ ഫിറ്റിംഗ്സ് എന്നാൽ ആക്സിസിന് സമാന്തരമായി ഇൻസൈസ് ഡയമീറ്ററിൽ കാണപ്പെടുന്ന ഹെലിക്കൽ ഗ്രൂവ്സ് ആണ്. ഉദാഹരണം നട്ട്. ഇന്റേണൽ ത്രെഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാം. ചിപ്പുകളെ ഫലപ്രദമായി ഇവാക്യുവേറ്റ് ചെയ്യണമെന്നതിനാൽ ബട്ട്രസ് ഇന്റേണൽ ത്രെഡ് കട്ടിങ്ങിന് എക്സ്റ്റേണൽ ത്രെഡ് കട്ടിങ്ങിനേക്കാൾ ഡിമാൻഡ് കൂടുതലാണ്. പ്രധാനമായും ബ്ലൈൻഡ് ഹോളുകളിലെ ചിപ്പ് ഇവാക്യുവേഷനിൽ റൈറ്റ് ഹാൻഡ് ത്രെഡുകൾക്കും ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ടൂളുകളും തിരിച്ചും പുൾ ത്രെഡിംഗ് സഹായിക്കുന്നു. എന്നിരുന്നാലും ഇൻസേർട്ട് ചെയ്യുമ്പോൾ നല്ല റിസ്ക് ഉണ്ട്. ബോറിംഗ് ബാർ സെക്ഷന് ഇന്റേണൽ ത്രെഡിങ്ങിന്റെ ക്വാളിറ്റിയെ സ്വാധീനിക്കാൻ കഴിയും. 3 തരം ബാറുകൾ ഉപയോഗിച്ച് ഇന്റേണൽ ത്രെഡിംഗ് ചെയ്യാൻ സാധിക്കും. ബോർ ഡയമീറ്റർ ഓവർഹാങ് മാക്സിമം 2 മുതൽ 3 വരെ ആണെങ്കിൽ, സ്റ്റീൽ ബോറിംഗ് ബോർഡ് മാക്സിമം 5-നുള്ളിലാണെങ്കിൽ, സ്റ്റീൽ ഡാംപൻഡ് ബോറിംഗ് ബാർസ് മാക്സിമം 5 മുതൽ 7 വരെയാണെങ്കിൽ, കാർബൈഡ് ബോറിംഗ് ബാർസ് എന്നിവയാണ് ഇവ. എക്സ്റ്റേണൽ ത്രെഡിങ്ങിന് പല രീതിയിൽ ചെയ്യാൻ സാധിക്കും. സ്പിൻഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്ത ടൂളിനെ ചക്കിനോട് അടുപ്പിക്കാനും അകറ്റാനും സാധിക്കും. ത്രെഡ് ടേണിംഗ് ടൂൾ സാധാരണ അപ്സൈഡ് ഡൗൺ പൊസിഷനിൽ ഉപയോഗിക്കുന്നു. ശേഷം ചിപ്പുകൾ റിമൂവ് ചെയ്യാനും ഇവ സഹായിക്കുന്നു. ത്രെഡിങ്ങിനായി അക്യുറസി ഉറപ്പുവരുത്തുന്നതിനായി ഫ്ലാങ്ക് ക്ലിയറൻസിനും റേഡിയൽ ക്ലിയറൻസിനും ഗ്രൈൻഡിങ്ങിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഫ്ലാങ്ക് ക്ലിയറൻസിനെ കുറിച്ച് വിശദമായി നോക്കാം. ഫ്ലാങ്ക് ക്ലിയറൻസ് എന്നാൽ ഇൻസേർട്ടിനും ത്രെഡ് ഫ്ലാങ്കിനും ഇടയിലുള്ള കട്ടിംഗ് എഡ്ജ് ക്ലിയറൻസ് ആണ്. സൈഡ് ക്ലിയറൻസും ഫ്ലാങ്ക് ക്ലിയറൻസും സൂചിപ്പിക്കുന്ന ഡയഗ്രാം ഇവിടെ കാണാം. ഒരു ഡയറക്ഷനിലുള്ള എക്സ്റ്റേണലി ഹൈ ആക്സിസ് ത്രെഡ് ഹാൻഡിൽ ചെയ്യാനായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ബട്ട്രസ് ത്രെഡ്. ലീഡ് ബെയറിംഗ് ത്രെഡ് സ്ക്രൂ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ബട്ട്രസ് ത്രെഡ് പലപ്പോഴും യുദ്ധായുധങ്ങളുമായി നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ക്രൂ ടൈപ്പ് ബ്രീച്ച് ബ്ലോക്കുകളിൽ. ഓയിൽ ഫീൽഡ് ട്യൂബുകളിലെ പൈപ്പ് ത്രെഡിന്റെ രൂപത്തിലുള്ള വൈസുകളിലും അവ ഉപയോഗിക്കുന്നു. ഈ ത്രെഡ് ഒരു ടൈറ്റ് ഹൈഡ്രോളിക് സീൽ സൃഷ്ടിക്കുന്നു. മതിയായ റേഡിയൽ ക്ലിയറൻസിനായി ഇൻസേർട്ട് ടൂൾ ഹോൾഡറിൽ 10 ഡിഗ്രി അല്ലെങ്കിൽ 15 ഡിഗ്രി ചരിച്ചാണ് വയ്ക്കുക. ശരിയായ ത്രെഡ് ഫോം കൈവരിച്ചെന്ന് ഉറപ്പാക്കാൻ ഇന്റേണൽ ഇൻസേർട്ടുകൾക്കൊപ്പം ഇന്റേണൽ ടൂൾ ഹോൾഡറുകൾ ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ്. ബട്ട്രസ് ത്രെഡഡ് കോമ്പണന്റ് എങ്ങനെ അസംബിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി മെയിൽ ത്രെഡ്, ഫീമെയിൽ ത്രെഡ്, മെഷറിംഗ് ടൂൾ, ബെഞ്ച് വൈസ്, പാക്കിംഗ് ടൂൾ എന്നിവ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇനി പറയുന്ന പ്രകാരമാണ് ജോബ് സീക്വൻസ്. ഇന്റേണൽ എക്സ്റ്റേണൽ ബട്ട്രസ് ത്രെഡഡ് ജോബ് ക്ലീൻ ആക്കുക. ത്രെഡ് ഡയമെൻഷൻ, പിച്ച്, ത്രെഡ് പ്രൊഫൈൽ എന്നിവ ചെക്ക് ചെയ്യുക. ബെഞ്ച് വൈസ്, പാക്കിംഗ് പീസ് എന്നിവ ഉപയോഗിച്ച് മെയിൽ ത്രെഡഡ് ജോബ് വെർട്ടിക്കൽ പൊസിഷനിൽ പിടിക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് മെയിൽ ത്രെഡഡ് കോമ്പണന്റ് ഫീമെയിൽ ത്രെഡഡ് കോമ്പണൻസിനോട് പരമാവധി ടൈറ്റ് ചെയ്യുക. ഫീമെയിൽ മെയിൽ ത്രെഡഡ് കോമ്പണൻസിലെ ഫിറ്റിംഗ് എന്ന ഈ സെഷന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ മുതൽ
ബട്ട്രസ് ത്രെഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുവാനും മെയിൽ ഫീമെയിൽ ത്രെഡഡ് ഫിറ്റിംഗ്സ് എക്സ്പ്ലെയിൻ ചെയ്യുവാനും ടൂൾ ഗ്രിഡിങ്ങിലെ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് വിവരിക്കാനും ബട്ട്രസ് ത്രെഡഡ് കോമ്പണൻറ്റ്സ് അസംബിൾ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.